അച്ഛാ, ഇതുവരെ കഴിഞ്ഞില്ലേ ആയമ്മയുടെ റിസർച്ച്? പഴയ മനകളുടെ ഫോട്ടോ എടുക്കാനുണ്ട്. പിന്നെ ഗുരുവായൂർ കൃഷ്ണാടം നടക്കുന്നത് അകത്തോ പുറത്തോ അച്ഛാ? പുറത്താ, മദാമയ്ക്കും കാണാം, ഫോട്ടോ എടുക്കാം. എന്നോടും കൂടെ വരണമെന്നാ പറഞ്ഞത്. മറ്റന്നാ സൺഡേ, തിങ്കളാഴ്ച മൊഹറം ഹോളിഡേ. ഞാൻ തന്നെ കൂടെ പോവാലോ? അല്ല അച്ഛാ, അത് ഗുരുവായൂർ ഇരിങ്ങാലക്കൂടാ. അവിടെ കഥകളുടെ സ്കൂൾ ഉണ്ട് അത്രേ. കഥകളി മാത്രല്ല, കൂടൽ മാണിക്യ ക്ഷേത്രം എത്ര കേമാന്നാ വിചാരിച്ചേ? ആ പേര് വന്ന എങ്ങനെയാണെന്നറിയോ? ഒക്കെ ഞാൻ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാം. ഞാൻ പോവാം. അല്ല അത് ചിലപ്പോ 2 ദിവസം കഴിയും. അതിനെന്താ, നല്ലൊരു കാര്യത്തിനല്ലേ. അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. 2 ഷർട്ടും മുണ്ടും ബാഗിൽ കരുതണമെന്നല്ലേ ഉള്ളൂ. വിവരമുള്ള കുട്ടിയെന്ന് തോന്നിട്ടല്ലേ ആയമ്മ വിളിക്കണേ. അറിയാത്ത എന്താന്ന് വെച്ചാ നീ അച്ഛനോട് ചോദിച്ചു മനസ്സിലാക്ക്. ആയമ്മ പഠിപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ സ്കോളർഷിപ്പിന് നമ്മൾ അപേക്ഷ അയക്കേണ്ടിടൂ. റിസൾട്ട് കറക്റ്റ് അച്ഛാ, ഒക്കെ അവർ ശരിയാക്കും. അനിയേട്ടനോട് ഒന്ന് വരാൻ പറഞ്ഞു ചേച്ചി. എനിക്ക് ടൈമില്ല. അനിയേട്ടാ, ചിലരൊക്കെ റിസൾട്ട് നേരത്തെ അറിഞ്ഞു, എന്റെ മാത്രം അറിഞ്ഞില്ല. സ്കൂളിൽ വരുമല്ലോ, പിന്നെന്താ, എനിക്ക് തിരക്കുണ്ട്. ഉണ്ണാൻ കാലത്തേക്ക് വരുവും ചോദിച്ചു അമ്മ. എന്താ വിശേഷം? ജൂൺ 2-ന് എന്താ വിശേഷം എന്നൂടെ അറിയില്ല. 1 ആഴ്ച മുമ്പേ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്ക് ഇപ്പൊ അതും ഓർമ്മയില്ലാണ്ടായോ? ചേച്ചിയുടെ പിറന്നാളില്ലേ അനിയേട്ടാ? വേണ്ട, അത് വിചാരിച്ച് വലിയ വലിയ പ്രോഗ്രാം ഒന്നും മാറ്റി വെക്കണ്ട. വാടാ. Father agreed. What? Studying in America. Oh, that's wonderful, wonderful. Guruvayur, busy time. Room booking? Oh, that's not a problem. കിട്ടിയ സ്ഥലത്ത് താമസിക്കാം. നോക്കൂ ചേച്ചി, അനിയേട്ടൻ. പാപനാശം ശിവനുടെ ഇന്ദ്രകീർത്തനെ ഒരു പൊമ്മനാട്ടിയ പാട്ട് പാടിന ശൃംഗാരരസം വരും. അതേ അമ്പാളെ പാട്ട് പാടിന ഭക്തിരസം കൊട്ടും. ഇതെല്ലാം നോക്കുന്നേരിയും ആമണക്കണ്ടമാര് കാപ്പിയെ കലർന്ന് തരുവായി. സ്വാമി, ആരാതെ? എന്താണോ ഇപ്പൊ എരുമയൊന്നും ഇല്ല? ആകെ ബുദ്ധിമുട്ടിലാണ് സ്വാമി. ചെറിയ സ്വാമി ഇല്ലേ? എന്തിനാ? ഒന്ന് കണ്ടിട്ട് പോകാന്ന്. ചുപ്പാമണി, ചുപ്പാമണി, ചുപ്പാ வந்துட்டப்பா. அந்த எருமை வந்திருக்கா. നീ എന്തിനാ ഇങ്ങോട്ട് വന്നു? കുറിപ്പ നടക്കാൻ 120 ഉറുപ്പ്യ വേണല്ലോ. ജാനു പറഞ്ഞയച്ചതാ. കുറിപ്പണത്തിന് എന്നാവല്ലേ കൊടുത്തത്? അത് കഴിഞ്ഞ മാസം തടവല്ലേ? ഞാൻ വൈകുന്നേരം വരാം, നോക്കട്ടെ. രാമു പോയിക്കോ. അല്ല, അപ്പൊ പിന്നെ എനിക്ക് വെള്ളം കുടിക്കാനോ? ഇപ്പൊ എന്റെ ഒന്നുമില്ല. രാമു പോ, വൈകുന്നേരം ഞാൻ പിന്നെ അവൻ എന്തൊക്കെ വന്നാ? കടകൊക്കെ വന്നാ ഞാൻ കൊടുക്കലേ. കള്ളനാക്കും, കൊടുത്താ അമൃത. നിന്നെ കറക്ക വന്നിട്ടിരുന്നപ്പോ ഒരു 5 രൂപ വാങ്ങിയത് ഇന്നും തരലേ. എങ്ക മോതിരത്തെ കാണാ? കല്യാണം പോച്ച് ശരിയാക്കുന്നதுக்கு തട്ടാണ്ട് കൊടുത്താൻ. എന്താ തട്ടാ? എന്താ അനിലപ്പാ, അനിൽ. അനില? എന്താ ഗോപാലകൃഷ്ണൻ പിള്ളേ, അവ വീട് വേല ഏറെ തട്ടാൻ. പാത്തുക്കോ, ഒന്ന് താത്താ മോതിരം താ, അത് വില പിടിച്ചതാക്കും. വേഗം തിരുമ്പി വാങ്ങ. ശരിയപ്പാ. വരുന്നുണ്ട്. എടി, ഒന്നുമില്ല, ഈ വകയിലെ ആങ്ങളല്ലേ ഞാൻ. രാവും പകലും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വല്ല വിചാരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ?
സ്വന്തക്കാരുടെ തല നീർത്തി നടക്കാൻ വയ്യാണ്ടേ ചാപുട്ടി എല്ലും മുള്ളൊടിച്ചാലും ഞാൻ കാര്യവേറിട്ട മോളെ. അല്ല തന്നില്ല 60 ഉണ്ട്. അതവിടെ വെച്ചാ മതി. എടി ഇതാ നിന്റെ ആള് വന്നിക്കണേ. എന്താ വ്യവസ്ഥ അയക്കോ? അല്ലെങ്കിൽ മഠത്തിന്റെ അവിടെ മുറ്റത്ത് തന്നെ ഇരുന്നോ? വലിയ സ്വാമിക്ക് സന്തോഷാവും ചിലപ്പോ ഒരു പേരക്കുട്ടി ഉണ്ടാവാൻ പോണെന്ന് കേട്ടാല്. അപകടം വന്നാലേ സ്വാമി കൂടെ ഉണ്ടാവോന്ന് ചോദിച്ചപ്പോ നീ എന്തേടി പറഞ്ഞത്? സ്വാമിക്കുട്ടി തേനാണ് പാലാണെന്നല്ലേ? പോയിക്കോ, കൂടെ പോയിക്കോ. ഒന്ന് പതുക്കെ. നാളെ കേക്കട്ടാ. സ്വാമിക്കുട്ടി ആയതുകൊണ്ട് പറയാ എല്ലാവർക്കും ചീത്തപ്പേരാവും. കാര്യം നമുക്ക് ഒതുക്കാം. പൈസ ചെലവ് ചെയ്യേണ്ടി വരും. ആസ്പത്രി, ടാക്സി എല്ലാം കൂടി ഒരു 1000 രൂപ വരും. അതുകൊണ്ട് ഒതുക്കാം നമുക്ക്. 1000 വേണ്ട, സർക്കാർ ആശുപത്രി പോയാൽ മതിയോ? ചെലവ് കുറച്ചേ വരുള്ളൂ. കുട്ടിയുടെ തന്ത സ്വാമിക്കുട്ടിയാണെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുക്കും. നാളെ വൈകുന്നേരത്തിൽ ഇടയ്ക്കെത്തിച്ചില്ലേ സംഖ്യ കൂടും. ദിവസം ഓരോ കണക്ക്. അല്ലെ പെണ്ണിനും കൂട്ടി ഞാൻ നാളെ മഠത്തിലേക്ക് ഒരു വരവുണ്ട്. ഏതാ വേണ്ടത്? കൊണ്ടുവന്നത് മറക്കണില്ല. മനസ്സൊന്ന് ശരിയാവാൻ കുറച്ച് വെള്ളം കുടിക്കാതെ വയ്യ സ്വാമിക്കുട്ടി. അവനകത്തുണ്ട്, പൊയ്ക്കോളൂ. രവി, ഇതെന്താടോ വാടോ? നമ്മുടെ സങ്കേതത്തിൽ ഇപ്പോൾ ആരും വരാണ്ടായി അല്ലേ? എല്ലാവരും ബിസി ആയിരിക്കും. ഇരിക്കുന്നില്ല, വായിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. ഇരിയടോ. ബംഗാളി നോവലിന്റെ തർജ്ജമയാ. നന്ന് വായിച്ചു നോക്ക്. നമ്മുടെ രഘുവൻകുട്ടി കല്യാണം കഴിക്കാൻ പോണു. അവന് ഡൗട്ട് 17 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച കുട്ടി ഉണ്ടാവുമെന്ന്. പിന്നെ ഇന്നാളൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടില്ലേ? ഒരു ചെക്കനും പെണ്ണും കൂടി ഒളിച്ചോടി പോണതും പെണ്ണ് പ്രസവിക്കണതും. അത് സിനിമയല്ലേ? ഒരു കുട്ടിയുടെ തന്തയായിട്ട് കോളേജ് വരാൻ പ്രയാസാച്ചാ ഒഴിഞ്ഞോളാൻ പറ. നോക്ക്. The male reproductive system begins to function at the age of 14. ട്രോപ്പിക്കൽ കൺട്രീസിൽ 14-ലും തീർച്ചയായും ആവുമെന്ന് ഇതിലുണ്ട്. നമ്മളൊക്കെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിലല്ലേ? ശരി, ഞാൻ നടക്കട്ടെ. എടോ പുസ്തകം. അപ്പാ കോവിൽക്കെല്ലാം പോനെ വലിയ പ്രസാദം പൂജാമുറിൽ കൊണ്ട് വീടാ. അപ്പാ വേൾഡ് കമ്പ്യൂട്ടർ സൊസൈറ്റി മെമ്പർഷിപ്പ് എടുത്താ നിറയെ ചാൻസ് ഇരിക്കെ. എടുത്തുക്കോ. ഫീസ് കൊഞ്ചം ജാസ്തി, എന്തായാലും ഫ്യൂച്ചറിലെ ഗുണം ഇരിക്കെ. എത്ര? 1000. 1000? பெனிஃபிட்ஸ் ரொம்பன்னு சொன்னார் மாஷு. சரி, நீ ஒண்ணு செய்ய. ராசாமணிக்கு எடுத்து போடு. அவன் என்ன சொல்றானோ அதுபடி செய்ய. ஆமாண்டா. அப்பா சொன்னது மனசிலாச்சு இல்லையா? அது போதும்.